Hello my dear students, welcome back to Eager Learning. This is me Aslam. Introduction to 3D എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാമിന് 4 മാർക്കാണ്, ബോർഡ് എക്സാമിന് 4 മാർക്കാണ്. ആ 4 മാർക്ക് ഈ വീഡിയോയിൽ സെറ്റ് ആക്കാം. ആകെ 2 കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുലയാണ്, പിന്നെ പ്ലെയിൻ എവിടെ വരുന്നത് അല്ലെങ്കിൽ ഒക്ടന്റ് എവിടെ വരുന്നത് മനസ്സിലാക്കാനുള്ളതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ YZ പ്ലെയിൻ? YZ പ്ലെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇതിൽ ഏത് പോയിന്റിലാണ് x0 വരുന്നത്? നാലാമത്തെ പോയിന്റിലെ എക്സിന്റെ കോർഡിനേറ്റ് 0 ആയിട്ട് മാറുന്നത്. സോ YZ പ്ലെയിനിലെ പോയിന്റ് ചോദിച്ചാൽ നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താക്കാം, ബാക്കി 3 പോയിന്റ്സ് ഉണ്ട്, അവർ ചെറുങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? 1 2 0. സോ എക്സ് ഉണ്ട്, y ഉണ്ട്, പക്ഷെ z 0 ആണ്. അപ്പൊ ഇയാൾ എനിക്ക് പറയാൻ പറ്റും എന്ത് പ്ലെയിൻ ആണെന്ന് പറയാൻ പറ്റുന്ന അറിയോ? XY പ്ലെയിൻ ആണ് ഇയാൾ എന്താ XY പ്ലെയിൻ. നെക്സ്റ്റ് വരുന്നത് ഈ കാണുന്ന 1 2 -1 അങ്ങനെയാണെങ്കിൽ ഇത് XY Z ഡാഷ് പ്ലെയിൻ ആണ്. XY അതായത് പോസിറ്റീവ് X ആണ്, പോസിറ്റീവ് Y ആണ്, പക്ഷേ നെഗറ്റീവ് Z ആണ്. നമുക്ക് ഇയാളെ എഴുതാൻ പറ്റും ഇങ്ങനെ, XY Z ഡാഷ് എന്ന് പറയുന്ന പ്ലെയിനിലാണ് ഇയാൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് മൂന്നാമത്തെ ഈ പോയിന്റ് 302. ഇത് ഏത് പ്ലെയിൻ ആയിരിക്കും എന്ന് നോക്കിക്കേ. ഈ മൂന്നാമത്തെ പോയിന്റ് ഏതായിരിക്കും വരിക? 302. 3 എന്ന് പറയുന്നത് X ആണ്, 0 എന്ന് പറയുന്നത് Y ആണ്. സോ Yയിൽ ഒരാളുമില്ല, 0 ആണ്. Z-ൽ 2 വരുന്നുണ്ട്. അപ്പൊ ഇയാൾ ഏത് പ്ലെയിൻ ആയിട്ട് മാറുന്നു? XZ പ്ലെയിൻ ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ എന്താക്കുന്നു, പ്ലെയിൻ മനസ്സിലാക്കി വെക്കുക. XY ചിലപ്പോൾ ചോദിക്കുന്ന പ്ലെയിൻ ആയിരിക്കും ചോദിക്കുക. ഇങ്ങനെ പോയിന്റ് തിരികെയാണെങ്കിൽ 3ലും വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒക്ടൻസ് ആയിരിക്കും ചോദിക്കുക. ഒക്ടൻസ് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യട്ടോ. സോ ഇവിടെ ഏതാണോ 0 വരുന്നത് അയാളെ ഒഴിവാക്കി വരുന്നതായിരിക്കും പ്ലെയിൻ ആയിട്ട് മാറുക. YZ ആണെങ്കിൽ X 0 ആയിരിക്കും, XY ആണെങ്കിൽ Z 0 ആയിരിക്കും, ഇനി XZ ആണെങ്കിൽ Y 0 ആയിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ദ പോയിന്റ് 023 ലൈസ് ഇൻ. എടാ 023 നേരെ തിരിച്ചു ചോദിച്ചു, ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിക്കുക. 023 ഏത് പ്ലെയിനിലാണെന്നാ ചോദിച്ചത്. എടാ സിമ്പിൾ ആണ്, നോക്കിക്കേ. 2 3 ആരൊക്കെ ഉണ്ട്? Y Z ഉണ്ട്. X ഉണ്ടോ? X 0 ആണ്. സോ YZ പ്ലെയിനാ. ഇയാൾ എന്താണ്? YZ പ്ലെയിൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. റെഡിയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ ആയിരിക്കും 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൈസ് ഇൻ ദ 6th ഒക്ടന്റ്? 6ാമത്തെ ഒക്ടന്റിൽ വരുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഒക്ടൻസ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എടാ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു പ്ലെയിൻ വരയ്ക്കുക. ഈ പ്ലെയിനിൽ എക്സും വൈയും ആക്സിസ് ആണ്. എക്സും വൈ ആക്സിസ് ഉണ്ട്, നമുക്കറിയാം. ഇവിടെ പ്ലസും പ്ലസ് ആയിരിക്കും, എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ രണ്ടാളും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആയിരിക്കും വരിക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഒക്ടൻസ് ആക്കി മാറ്റണം. ഈ ഒരു സാധനം വെച്ച് നമുക്ക് എന്താക്കാം, ഒക്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ഒക്ടൻസിന് എന്താക്കുക, പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. അതായത് ഇത് Z എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. സോ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ 4 ഒക്ടന്റ് കിട്ടി. ഇത് 1ാമത്തെ ഒക്ടന്റ് ആണ്, ഇത് ഫസ്റ്റ്. ഇത് സെക്കൻഡ് ഒക്ടന്റ്, ഇത് തേർഡ് ഒക്ടന്റ്, തേർഡ് വൺ. ഇത് ഫോർത്ത് ഒക്ടന്റ്. 4 ഒക്ടന്റുകൾ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ഒക്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ സെയിം റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ അവസാനത്തെ Z എന്താക്കുക, എല്ലാ ആൾക്കാർക്കും നെഗറ്റീവ് കൊടുക്കുക. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പോസിറ്റീവ് കൊടുക്കുക. അതാ ഞാൻ എന്താ കളർ റെഡ് കൊടുക്കാം. പോസിറ്റീവ് ഫസ്റ്റിൽ പോസിറ്റീവ് ആണ്, പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമുക്കറിയാം. പിന്നെന്താ വരിക? നെഗറ്റീവ് എന്നറിയാം. പിന്നെന്താ വരിക? നെഗറ്റീവ് താഴെ കൊടുക്കാം. നെഗറ്റീവ് ആണ് വരാന്നറിയാം. പിന്നെന്താ വരിക? പോസിറ്റീവ് എന്നറിയാം. ഇനി ഈ 4 ആൾക്കാരോടൊപ്പം എന്താക്കുക, നെഗറ്റീവ് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ പോസിറ്റീവ് കൊടുത്തു, പിന്നെന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്ക് 4ാമത് കഴിഞ്ഞ് വരുന്ന ഇയാളെ നമുക്ക് 5ാമത്തെ ഒക്ടന്റ് എന്ന് പറയാൻ പറ്റും. ഇത് 5th ഒക്ടന്റ് ആണ്. ഇയാളോ 6th ഒക്ടന്റ് ആണ്. ഇനി ഇയാളോ 7th ഒക്ടന്റ് ആണ്. ഇനി ഇയാളോ 8th ഒക്ടന്റ് ആണ്. 8 ഒക്ടന്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എഴുതി വെക്കാൻ പറ്റും. കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ ഒരു ഐഡിയ, ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് മതി. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈസ് ഇൻ ദ 6th ഒക്ടന്റ്? 6th ഒക്ടന്റ് ഇതാ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 6th ഏതാണ്? ഇതാണ് 6th ഒക്ടന്റ്. 6th ഒക്ടന്റില് മൈനസ് പ്ലസ് മൈനസ്, വിച്ച് മീൻസ് എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്, സെഡ് നെഗറ്റീവ്. അങ്ങനെ വരുന്ന ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? നിങ്ങൾ നോക്കിക്കേ. 1ാമത്തെ പോയിന്റിൽ 3
മൂന്ന് ആൾക്കാരും നെഗറ്റീവ് ആണ്, ഇത് നമുക്ക് പറ്റൂല. ഇനി രണ്ടാമത്തെ പോയിന്റിലോ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് സെഡ് നെഗറ്റീവ്, കറക്റ്റ് ആണല്ലോ, 6th ഒക്ടന്റെ കറക്റ്റ് ആണല്ലോ. ഇനി അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇത് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് അതുപോലെ സെഡ് പോസിറ്റീവ് ആണ്. ഇതോ എക്സ് പോസിറ്റീവ് വൈയും സെഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് 6th ഒക്ടനിൽ വരുമ്പോൾ എന്താണ് വേണ്ടത്? നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന ആള് സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ -3 1 -2 എന്ന് പറയുന്ന പോയിന്റ് ആണ് കറക്റ്റ് ആൻസർ വരിക. എടാ ഇത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P -372 and Q 24 -1. എടാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം PQ is equal to ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? x2 - x1 whole square plus y2 - y1 whole square plus z2 - z1 whole square ആണ്. സോ PQ is equal to ഞാൻ എന്താക്കാം ജസ്റ്റ് ഫോർമുല ഒന്ന് എഴുതി വെക്കാം. x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. സോ PQ കണ്ടെത്താൻ x2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ടും x1 എന്ന് പറഞ്ഞാൽ -3 കൊടുക്കുന്നു. നേരെ കൊടുക്കുക √(x2) 2 minus -3 അല്ലേ, 2 minus -3 ആയിട്ട് മാറും ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 7 ആ വരുന്നത്, y1 7 ആണ്. സോ 4 - 7 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി z2 എന്ന് പറഞ്ഞാൽ -1 ആണ്, z1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ -2 ഹോൾ സ്ക്വയർ which is equal to 2 minus -3 2 minus -3 പ്ലസ് ആയിട്ട് മാറുന്നു. സോ √5 സ്ക്വയർ പ്ലസ് 4 - 7 എന്തായിട്ട് മാറുന്നു? 3 ആയിട്ട് മാറുന്നു. 3 സ്ക്വയർ പ്ലസ് പിന്നെ എന്താ വരുന്നത്? -1 -2 -3 ആയിട്ട് മാറുന്നു. സോ -3 ഹോൾ സ്ക്വയർ -3 ഹോൾ സ്ക്വയർ which is equal to 5 സ്ക്വയർ 25 ആണ്, 3 സ്ക്വയർ 9 ആണ്, അതുപോലെ -3 സ്ക്വയറും 9 ആണ്. 9 + 9 പ്ലസ് √25 25 പ്ലസ് 9 പ്ലസ് 9 എന്തായിട്ട് മാറുന്നു? 43 ആയിട്ട് മാറുന്നു. √43 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. √43 യൂണിറ്റ്സ് എന്ന് എഴുതി വെക്കുക. ഡിസ്റ്റൻസ് അല്ലേ, ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താക്കില്ല, ഫോർമുലാസ് ഒന്നും എഴുതില്ല, ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ നമുക്ക് എന്താക്കാം, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് PQ. PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ആയിട്ട് പൈതഗോറസ് വെച്ച് ആൻസർ കിട്ടും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കും QR എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, അതും 3 ആയിരിക്കും. സോ ഇയാൾ 3 കിട്ടി. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ PR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും 5 ആയിരിക്കും. ഇത് 5 ആയിരിക്കും. സോ 5ഉം 3ഉം കിട്ടി. ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇവിടെ PQR എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ PQR എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ഉള്ളത് കൊണ്ട് നമുക്ക് PQ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ PQ is equal to √5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു √25 പ്ലസ് 9 ആയിട്ട് മാറുന്നു. അത് √34 ആണ്. √34 യൂണിറ്റ്സ് എന്ന് വരും. അതാണ് PQ എന്ന് പറയുന്ന ആളുടെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫിഗർ കണ്ട് പേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയിന്റ് -213 ബിലോങ്സ് ടു ഡാഷ് ഒക്ടന്റ്. എടാ ഇത് ഏത് ഒക്ടന്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വരച്ച് കളിക്കേണ്ട ആവശ്യമില്ല, കാരണം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ -213 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് -2 ആണ്. സോ നെഗറ്റീവ് ആയിട്ട് വരുന്ന ആള് x' എന്ന് പറയും. നെഗറ്റീവ് ആണ്, x നെഗറ്റീവ് x ആണ്. സോ x' എന്ന് പറയുന്ന പോയിന്റ് എവിടെയെങ്കിലും കാണു നോക്കാം. ഇവിടെ x' ഉണ്ടോ? ഇല്ല. ഇവിടെ x' ഉണ്ടോ? ഇവിടെയും ഇല്ല. ഇവിടെ x' ഉണ്ടോ? ഇവിടെയും ഇല്ല. ആകെ x' വരുന്ന D എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, കൺഫേം ചെയ്യാം ബാക്കിയുള്ള പോയിന്റ്സ് വെച്ചിട്ട്. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ y പോസിറ്റീവ് ആയിരിക്കും. യെസ്, y പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന Z എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ Z പോസിറ്റീവ് ആണ്, Z മാത്രമാണ്. സോ നമ്മുടെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഏതാ? D എന്ന് പറയുന്ന ആളാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തൊട്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അവിടെ ഒക്ടൻസ് നമ്മൾ വരച്ച് കാണിച്ചിരുന്നു. ഇവിടെ വരച്ച് കാണിക്കേണ്ട, ജസ്റ്റ് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ് P -2 3 -1 ഈസ് ഡിസ്റ്റൻസ് ഫ്രം A 1 2 3 ആൻഡ് B 3 2 -1. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളോട് ചോദിച്ചത് P എന്ന് പറയുന്ന പോയിന്റ് A എന്നും B എന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചത്. സോ അത് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ AP is equal to
ബി പി എന്ന് കാണിച്ചാൽ മതി. എ പിയും ബി പിയും ഈക്വൽ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇവർ ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഈ ഒരു പോയിന്റിൽ നിന്നും മറ്റ് 2 പോയിന്റ്സും ഈക്വൽ ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? എ പി കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ എ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഞാൻ ചെയ്യാട്ടോ, എ പി നോക്കിക്കേ, -2 -1 എന്തായിട്ട് മാറും? -3 ആയിട്ട് മാറും. സോ -3 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എ പി ആണ്. സോ 3 - 2 പിയിൽ നിന്നും എയിലെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് മൈനസ് ചെയ്തിട്ട് സ്ക്വയർ കൊടുക്കാട്ടോ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. നോക്കണേ, 3 - 2 എത്രയാണ്? 1 ആണ്. സോ 1 സ്ക്വയർ ആയിട്ട് മാറുന്നു പ്ലസ് 1 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്? -1 -3 ആണ്, -4 ആയിട്ട് മാറും. -1 -3 -4 ആയിട്ട് മാറുന്നു. സോ -4 ഹോൾ സ്ക്വയർ which is equal to -3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 1 സ്ക്വയർ 1 ആണ്, -4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, പ്ലസ് 16. ഓക്കെ, 9 + 1 + 16 which is equal to √26 എന്ന് കിട്ടും. √26 കിട്ടും. ഇതാണ് എ പി എന്ന് പറഞ്ഞാൽ. എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് ബി പി ആണ്. ബി പിയും √26 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ഷോ ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ബി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതേപോലെ തന്നെ ബി പി പി -2 -3 എന്തായിട്ട് മാറും? -5 ആയിട്ട് മാറും. സോ -5 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എങ്ങനെ? -2 -3 ആണ്, -5 ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് 3 - 2 എന്താണ്? 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് വരുന്ന ആള് -1 -1. നോക്കണേ, -1 ഇങ്ങനെ വരിക. -1 -1 which is equal to -1 + 1 ആയിട്ട് മാറും. അത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 എന്ന് കിട്ടുന്നു. സെഡിന്റെ ഡിസ്റ്റൻസ് 0 ആയിട്ട് മാറുന്നു. സോ 0 സ്ക്വയർ ആയിട്ട് മാറി. which is equal to -5 സ്ക്വയർ 25 ആണ്. അതുപോലെ 1 സ്ക്വയർ 1 ആണ്. സോ 25 + 1 which is equal to √26. എടാ എ പി ഈസ് ഈക്വൽ ടു ബി പി ആണ്. സോ നമുക്ക് പറയാൻ പറ്റും പി എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്നും ബിയിൽ നിന്നും ഇക്യു ഡിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ ഷോ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ലെറ്റ് എ 0 7 10 ബി -1 6 6 and C -4 9 6 are the vertices of a triangle. Show that it is a right triangle. എടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഷോ ദാറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇങ്ങനെ വേർഡ്സ് തരും, എന്നിട്ട് അത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ അവസാനം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താലേ നമുക്ക് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം എല്ലാ 3 പോയിന്റ്സ് വെച്ചിട്ട് 3 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എ ബി എ സി ബി സി എന്ന് പറയുന്ന 3 ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. എന്നിട്ട് 2 ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്താൽ മൂന്നാമത്തെ ഡിസ്റ്റൻസ് സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് പൈതഗോറസ് തിയറം പ്രകാരം എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. സോ ഞാൻ എന്താക്കാൻ പോകണം? ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ആൾ എ ബി കണ്ടുപിടിക്കാൻ പോകണം. എ ബി is equal to റൂട്ട് ഓഫ് -1 -0 എന്തായിട്ട് മാറുന്നു? -1 ആയിട്ട് മാറുന്നു. -1 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 6 -7 -1 again -1 വന്നു. സോ -1 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്? 6 -10 -4 അല്ലേ? 6 -10 ആണ്. സോ -4 ആയിട്ട് മാറുന്നു. സോ -4 ഹോൾ സ്ക്വയർ which is equal to -1 സ്ക്വയർ 1 ആണ്. 1 + -1 സ്ക്വയർ 1 ആണ്. -4 സ്ക്വയർ 16 ആണ്. 1 + 1 + 16 ആയിട്ട് മാറുന്നു. which is equal to √18 ആയിട്ട് മാറി. എന്തായിട്ട് മാറി? √18 എന്ന് കിട്ടി. തൽക്കാലം അത് അങ്ങനെ തന്നെ നോട്ടെ. നെക്സ്റ്റ് വേണ്ടത് എനിക്ക് ബി സി ആണ്. ബി സി is equal to റൂട്ട് ഓഫ് ഇതേപോലെ -4 -1. എടാ -4 -1 ആണ്. -4 -1 which is equal to -4 + 1 ആയിട്ട് മാറുന്നു. which is equal to -3. സോ -3 ആണ്. -4 -1 എന്തായിട്ട് മാറുന്നു? -3 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 9 - 6 9 - 6 യെസ് 9 - 6 എത്രടാ? 3 ആണ് വരിക. സോ 3 സ്ക്വയർ again 3 സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് 6 - 6 0 ആയി പോകും. അയാളെ നമ്മൾ എന്താക്കേണ്ട? എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ പ്ലസ് അവിടെ വേണ്ട. which is equal to -3ന്റെ സ്ക്വയർ 9 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. സോ 9 + 9 which is equal to √18 എന്ന് കിട്ടി. അപ്പം എ ബിയും ബി സിയും √18 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി വേണ്ടത് എ സി കണ്ടുപിടിക്കണം. എ സി is equal to റൂട്ട് ഓഫ് -4 -0 -4 ആയിട്ട് മാറുന്നു. സോ -4 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ്
9 മൈനസ് 7 എത്രയാണ് 2 ആണ് വരിക. സോ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത് 6 മൈനസ് 10 മൈനസ് 4 ആണ്. സോ -4 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -4 ഹോൾ സ്ക്വയർ 16 ആണ്. 2 സ്ക്വയർ 4 ആണ്. അതുപോലെ തന്നെ -4 ഹോൾ സ്ക്വയർ 16 ആണ്. അഗെയിൻ 16 വന്നു. 16 പ്ലസ് 4 പ്ലസ് 16 റൂട്ട് 36 എന്ന് കിട്ടി. വേണമെങ്കിൽ നമുക്ക് എന്താക്കാം 6 എന്ന് എഴുതി വെക്കാം. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതിന് ആവശ്യമില്ല, നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. സോ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് 18 റൂട്ട് 36 ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, AB സ്ക്വയർ പ്ലസ് ഞാൻ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്യുന്നു വിച്ച് ഇസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആക്ച്വലി എന്താ മക്കളെ റൂട്ട് ഓഫ് 18 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 18 ഹോൾ സ്ക്വയർ. കാരണം AB എന്ന് പറഞ്ഞാൽ റൂട്ട് 18 ആണ്, അതുപോലെ BC എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് 18 ആണ്. അപ്പോൾ റൂട്ട് 18 സ്ക്വയർ പ്ലസ് റൂട്ട് 18 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 18 പ്ലസ് 18 വിച്ച് ഇസ് ഈക്വൽ ടു 36. ഇത് ആർക്ക് ഈക്വൽ ആണ്? AC സ്ക്വയറിന്. AC എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ AC സ്ക്വയറിന് ഈക്വൽ ആണ്. AC സ്ക്വയർ എത്രയാണ്? 36 ആണ്. AC സ്ക്വയർ. അപ്പോൾ ബൈ പൈതഗോറസ് തിയറം നമുക്ക് എന്ത് കിട്ടി? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ പൈതഗോറസ് തിയറം ഇവിടെ ശരിയായിട്ട് മാറിയിട്ടുണ്ട്. പൈതഗോറസ് തിയറം ശരിയാണെങ്കിൽ അത് എന്തായിരിക്കണം? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം. സോ നമുക്ക് തന്ന ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി ഇതിനെ കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളോട് ചോദിക്കും ചിലപ്പം 3 പോയിന്റ്സ് തരും, എന്നിട്ട് പറയും ഈ 3 പോയിന്റ്സും ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഷോ ദാറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണെങ്കിൽ 2 വശങ്ങൾ തുല്യമായിരിക്കും, 2 സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, AB-യും BC-യും ഈക്വൽ ആണ്. AB-യും BC-യും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഏതെങ്കിലും 2 സൈഡുകൾ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയും ചോദിക്കാം കണക്ട് ചെയ്തുകൊണ്ട്. സോ ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഐസോസെൽസ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ. എങ്ങനെ വന്നാലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, കൺസിഡർ ദ പോയിന്റ്സ് A, B and C. Using the distance formula, show that the points A, B and C are collinear. Collinear ആണെങ്കിൽ 3 പോയിന്റ്സ് collinear ആണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ 3 പോയിന്റ്സും ഒരേ ലൈനിലായിരിക്കും. സോ ഒരു ലൈൻ ഉണ്ട്, ഒരു ലൈനിൽ 3 പോയിന്റ്സ് ആണ് A, B, C. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് എന്ത് പറയാം? കൊളീനിയർ ആണെന്ന് പറയാം. ഇത് നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ AB കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ BC കണ്ടുപിടിക്കുക, അതുപോലെ AC കണ്ടുപിടിക്കുക. എന്നിട്ട് AB പ്ലസ് BC ചെയ്യുകയാണെങ്കിൽ AC കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 3Dയിൽ വരാൻ ചാൻസ് ഉള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇത് കിട്ടാത്ത ആൾക്കാരുണ്ട്, ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, നാളത്തെ എക്സാം സെറ്റാക്കി എഴുതണം ആഗ്രഹമുള്ള ആൾക്കാർ ഇന്നത്തെ നമ്മുടെ മാരത്തോണിൽ 4:30 എന്താക്കുക? ജോയിൻ ചെയ്യുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും എക്സാമിനുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താക്കാം? ലൈവിൽ കാണാം മക്കളെ. ഇതെല്ലാ ക്വസ്റ്റ്യനും എന്താക്കുക? പ്രാക്ടീസ് ചെയ്യുക. സോ സീ യു.